ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ഉപവാസത്തിന്റെ സമയത്തിൽ, ഞാൻ ആ സമയം that time I was fasting and prayer, ദൈവം എന്നെ കേൾപ്പിച്ച ഒരു ശബ്ദമാണ് broken vessels. broken vessels, തകർന്ന പാത്രങ്ങൾ. എനിക്ക് നന്നായിട്ടറിയാം, എവിടെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നതിന് മുൻപ് ആ മീറ്റിങ്ങിന് പാടേണ്ട പാട്ട്, അവിടെ കൊടുക്കേണ്ട പ്രസംഗം, മെസ്സേജ്, ഇതെല്ലാം ദൈവം നൽകിയതല്ലാതെ, ദൈവം നൽകിയിട്ടല്ലാതെ പറയുവാനോ ശുശ്രൂഷിക്കുവാനോ പ്രസംഗിക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും അത് സാധ്യമല്ല. തൃശ്ശൂർ മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നു എൻ്റെ 4 സെഷൻസും ഈ ഒരു ടൈറ്റിലിൽ പോകും എന്നാണ് എൻ്റെ ഇവിടെ വരെയുള്ള ചിന്ത. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ദൈവം ഒരിക്കലും തെറ്റ് പറ്റിക്കുന്ന, തെറ്റ് ചെയ്യുന്ന ദൈവമല്ല, തെറ്റിനെ ശരിയാക്കുന്ന ദൈവമാണ്. എനിക്കറിഞ്ഞുകൂടാ ഇന്ന് ഈ മീറ്റിംഗിൽ ബ്രോക്കൺ വെസൽ എന്ന തൃശ്ശൂരിനോടുള്ള ബന്ധത്തിൽ ഞാൻ കേട്ട ദൈവശബ്ദം നിങ്ങളിൽ എത്ര പേർക്ക് അനുഭവമാണ് എന്ന്. Any broken vessels are here? ഉടഞ്ഞുപോയ, തകർന്നുപോയ ഏതെങ്കിലുമൊക്കെ പാത്രങ്ങൾ ഈ മീറ്റിംഗിൽ ഉണ്ടാകണം. അടുത്ത സെഷനുകളിൽ അവർ വരും. ഇന്നും ഇവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു തോട്ട് എൻ്റെ അകത്ത് വരത്തില്ല. ഇങ്ങനൊരു കാര്യം കർത്താവ് സംസാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ God is going to use that broken people, the broken vessels. ഈ ഉടഞ്ഞുപോയ പാത്രങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേർ അതിൽ എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. But I am very excited to preach. Thank you, Holy Spirit. Thank you, Holy Spirit. കൊല്ലത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആകുമ്പോൾ തലേ രാത്രിയിൽ യോനാഥാന്റെ മകനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. തൃശ്ശൂർ മീറ്റിംഗിൽ this is not easy. Hallelujah. Hallelujah. തൃശ്ശൂർ മീറ്റിംഗിൽ കർത്താവ് സംസാരിക്കുന്നത് ബ്രോക്കൺ വെസലുകളോടാണ്, ഉടഞ്ഞ പാത്രങ്ങളോടാണ്. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും സഞ്ചരിച്ച് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ദൈവം കഴിഞ്ഞ 24-ലധികം വർഷമായി അവസരം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒത്തിരി ഡിമോണിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ജില്ലകളാണ്. ഒന്ന് തൃശ്ശൂരും ഒന്ന് എൻ്റെ ജില്ലയായ കൊല്ലവും. ഈ 2 സ്ഥലത്തും ഒത്തിരി ഫൈറ്റിങ്ങുകൾ ഡിമോണിക് റിലത്തിൽ നിന്നുണ്ടാകുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അഭിഷിക്തന്മാരിലൂടെ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥനയിൽ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഈ തൃശ്ശൂരിൽ നടക്കുന്ന ഈ സെഷൻസ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ എൻ്റെ ഒപ്പം ശുശ്രൂഷിക്കാൻ തന്നെ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരായിട്ടല്ല, ഗാലറിയിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരായിട്ടല്ല, എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ കർത്താവിന്റെ സഭയ്ക്കൊരു ജയമുണ്ട്. ഈ ദേശത്തിന്റെ മേലൊരു വിടുതലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank you, Lord, all the churches in Thrissur,
all the pastors and all the ministers, all the churches, all the pastors, all the ministers, ഈ ദേശത്തിന് വേണ്ടി അധ്വാനിച്ച, പ്രാർത്ഥിച്ച, കരഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഓർക്കട്ടെ. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതെ, ഒത്തിരി ഉടഞ്ഞ പാത്രങ്ങളെ ദൈവം ഇവിടെ പണിയാൻ പോവുകയാണ്. എൽഷദായ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ തൃശ്ശൂരിൽ നടക്കുന്ന ഈ മീറ്റിംഗ് പാലക്കാട് എന്ന ജില്ലയുടെ ഒരു എൻട്രിയാണ് എന്ന് കർത്താവ് അറിയിക്കുകയാണ്. ഐ ഡോണ്ട് നോ, ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദമാണ്, ഞാൻ കർത്താവിൽ നിന്ന് കേട്ട ശബ്ദമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സങ്കീർത്തനങ്ങൾ 34:18, Psalms 34 word 18. The Lord is close to the broken-hearted and saves those who are crushed in spirit. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. Can you please let us say everyone that word? നിങ്ങൾ മലയാളത്തിൽ എല്ലാവരും ആ വാക്യം ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. Once again, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. Once again, online media people, can you please let us say everyone this word? എല്ലാവരും നിങ്ങളുടെ മുറിയിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഈ വാക്ക് പറഞ്ഞാട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. The Lord is close to the broken hearted. എന്റെ ആത്മാവിൽ എനിക്കറിയാം, ഞാൻ ഈ ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ഈ തൃശ്ശൂരിൽ ഒത്തിരി ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടുള്ള, ഹൃദയം നുറുങ്ങിയ, പുറമെ അവർ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു, പുറമെ അവർ ചിരിക്കുന്നു, പുറമെ അവർ സന്തോഷം കാണിക്കുന്നു, ബട്ട് അവരുടെ ഹൃദയത്തിൽ, അവരുടെ ഉള്ളറകളിൽ ഒത്തിരി നുറുങ്ങിയവർ, തകർന്നവർ ഈ ശുശ്രൂഷയിലൂടെ, ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷകരോട് ഞാൻ പറയുന്നു, കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ ഈ മീറ്റിങ്ങുകൾക്ക് ആശീർവാദം പറയുന്നതിന് മുൻപ് നുറുക്കപ്പെട്ട ആയിരങ്ങളുടെ വിടുതലുകൾ, നുറുക്കപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഡെലിവറൻസുകൾ, സൗഖ്യങ്ങൾ, അവരുടെ ഉദ്ധാരണങ്ങൾ, അവരോടുള്ള പ്രൊഫറ്റിക് ഫലങ്ങൾ നിങ്ങൾ കാണും. അതിന് നിങ്ങൾ സാക്ഷികളാകും. കാരണം സകലവും തികഞ്ഞവനല്ല ദൈവം സമീപസ്ഥൻ, എല്ലാമായി എന്ന് ചിന്തിക്കുന്നവനല്ല എന്നും എല്ലാ കാലത്തും ദൈവ സമീപസ്ഥൻ. ബൈബിൾ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. Because the Bible says, Psalms 147 word 3, he heals the broken hearted and binds up their wound. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. 147 സങ്കീർത്തനത്തിൽ ബൈബിൾ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. ഇന്ന് രാത്രിയിൽ ഇതിൽ കൂടിയിരിക്കുന്ന ദൈവമക്കൾ അറിയേണ്ട ഒരു സത്യം, വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ ക്രിസ്തു, അവൻ സകലത്തിലും നമുക്ക് മാതൃക കാണിച്ചു. ദൈവം ആരെന്നും, ദൈവത്തിന്റെ മനസ്സെന്തെന്നും, ദൈവത്തിന്റെ സ്വഭാവം എന്തെന്നും, ദൈവത്തിന്റെ ഹൃദയം എന്തെന്നും, ദൈവത്തിന്റെ വ്യക്തിത്വം എന്തെന്നും ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയവൻ പുത്രനായ, തന്റെ ഏകജാതനായ പുത്രനായ യേശു കർത്താവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ എന്നെ അയച്ച പിതാവിനെ അവൻ കണ്ടിരിക്കുകയാണ്. എന്റെ ചോദ്യം പാസ്റ്റേഴ്സിനോട്, എന്റെ ചോദ്യം ഇവിടെ ഇരിക്കുന്ന വർഷിപ്പ് ടീമിനോട്, എന്റെ ചോദ്യം എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ ദൈവം വേഷത്തിൽ മനുഷ്യനായി താണ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു ആരുടെ കൂടെയാണ് സമയം ചെലവഴിച്ചത്? യേശു ആരുടെ ഇടയിലാണ് പ്രവർത്തിച്ചത്?
യേശു ആർക്കു വേണ്ടിയാണ് സംസാരിച്ചത്? പരീശന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു കാര്യം അതായിരുന്നു. ലൂക്കോസ് 15:1 ബൈബിൾ പറയുന്നു, അവൻ ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ട് അവരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് കണ്ടിട്ട് ഈസ് അക്സെപ്റ്റിംഗ് ഓൾ ദ പീപ്പിൾ. പരീശന്മാർ പിറുപിറുത്തു, അവർ യേശുവിനെ വിമർശിച്ചു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ അവനൊരു പാപിയായ സ്ത്രീയെ, മതവും മനുഷ്യനും കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിധിക്കപ്പെട്ടവളെ രക്ഷിച്ച കാരണം കൊണ്ട് അവന് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. അവൻ വ്യഭിചാര പുത്രൻ എന്ന് പറഞ്ഞു. അവൻ ശമര്യനാണെന്ന് പറഞ്ഞു. 2 തവണ എടുത്തു പറഞ്ഞു, ഇല്ലില്ല, നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ദൈവഹൃദയം എന്തെന്നും ദൈവം മനസ്സെന്തെന്നും. ഇന്ന് രാത്രിയിൽ മനുഷ്യനെ 2 തട്ടിൽ കാണുന്നവനല്ല ദൈവം. മനുഷ്യനെ വിഭജിക്കുന്നവനല്ല ദൈവം. തമ്മിൽ അടുപ്പിക്കുന്നവനല്ല ദൈവം. അകറ്റുന്നവനല്ല ദൈവം. തകർക്കുന്നവനല്ല ദൈവം. ഇന്ന് രാത്രിയിൽ അകന്നവനെ അടുപ്പിക്കുന്നവനാണ് ദൈവം. അകന്നു നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കുന്നവനാണ് ദൈവം. മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന, can you please give me the sound? Where the shalmon? Where is he? Hallelujah. ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് ഒരു മതസ്ഥാപകനല്ല. അവൻ ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. യോഹന്നാൻ 1:12 ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. വ്യഭിചാരിണിയായ ഒരു സ്ത്രീ യേശു കർത്താവിന്റെ കാൽക്കൽ വന്ന് കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സഭയിൽ ആ നിലയിൽ ജീവിച്ച ഒരു സ്ത്രീ വന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ കാൽപാദത്തിൽ ഇരുന്ന് കരഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള ശിമോന്മാർ ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ ശിമയോന്മാർ മതഭ്രാന്തന്മാർ, സംഘടനാ ഭ്രാന്തന്മാർ. മനുഷ്യനെ 2 തട്ടിൽ കാണുന്ന, വിഭാഗീയതകൾ ചിന്തിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന വിഭാഗങ്ങൾ അതിനെ വലിയ വിവാദങ്ങളാക്കി മാറ്റും. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ ഉണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു. യേശു അവരെ സ്നേഹിച്ചു. യേശു അവരെ മാറോടണച്ചു. അവൻ അവരെ കരുതി. കുഞ്ഞുങ്ങൾക്ക് വരെ അവന്റെ അരികിൽ വരാമായിരുന്നു. നിക്കോദിമോസുമാർക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു. സക്കായിയെ, നീ വേഗത്തിൽ ഇറങ്ങി വാ. ഈ സമൂഹം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും ഇന്ന് ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ പാർക്കുവാൻ പോകുകയാകുന്നു. ഞാൻ കണ്ട ദൈവം അതാണ്. ഞാൻ ബൈബിളിൽ വായിക്കുന്ന യേശു അതാണ്. അവൻ സ്നേഹമാണ്, അവൻ കരുതലാണ്, അവൻ എല്ലാവരെയും അംഗീകരിക്കുന്നവനാണ്, അവൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ മതം ഏതെന്ന് അവൻ ചോദിക്കുന്നില്ല, നിന്റെ സംഘടന ഏതെന്ന് ചോദിക്കുന്നില്ല, നിന്റെ വിഭാഗം ഏതെന്ന് ചോദിക്കുന്നില്ല. കാരണം ബൈബിൾ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും, സങ്കീർത്തനം 147:3, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ മനം തകർന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഹൃദയഭാരത്തോടെ വന്നവരുണ്ടോ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ ഒറ്റപ്പെടലുകളും അവഗണനകളും അനുഭവിക്കുന്നവരുണ്ടോ? മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, സഭയിൽ നിന്ന്, സംഘടനയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയവരുടെ ഉണ്ടെങ്കിൽ നിന്നെ സ്വീകരിപ്പാൻ 2 കരങ്ങളും വിരിച്ചു പിടിച്ച കർത്താവ് കൈയടിക്കുന്നെങ്കിൽ ആ ദൈവത്തിന് നന്നായി
കൈകൾ അടിച്ച് സ്തോത്രം ചെയ്യാം. Any broken hearted people are here. What you are searching? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ ആരെയാണ് തിരക്കുന്നത്? ഞാൻ കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഈ മീറ്റിംഗിൽ തൃശ്ശൂരിലെ ഏറ്റവും വലിയ പണക്കാരനെ അല്ല നീ കൊണ്ടുവരേണ്ടത്. ഈ തൃശ്ശൂരിൽ ഏറ്റവും വലിയ ഡയമണ്ട് ബിസിനസ്സുകാരനെയോ മില്യനെയറിനെയോ അല്ല നീ ഇവിടെ കൊണ്ടുവരേണ്ടത്. അവൻ മില്യനെയർ ആണെങ്കിലും അവൻ ആരോ ആകട്ടെ, അപ്പ തകർന്നവരുണ്ടെങ്കിൽ അവരെ നീ കൊണ്ടുവരണം. അപ്പൊ സീറ്റ് കളയാൻ എല്ലാം തികഞ്ഞ ഒരുത്തനെയും ഇതിനകത്ത് കൊണ്ടുവരരുത്. ഇന്ന് രാത്രിയിലും കർത്താവ് അന്വേഷിക്കുന്നു മനം തകർന്നവരെ സൗഖ്യമാക്കാൻ. I know in my spirit, എന്റെ ആത്മാവിൽ എനിക്കതറിയാം. ഹൃദയം തകർന്ന നുറുങ്ങിയ ഒത്തിരി പേർ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. മക്കളെ, ആരും നിന്റെ കൂടെ ഉണ്ടായെന്ന് വരത്തില്ല, പക്ഷേ നിനക്ക് ഞാൻ ഉറപ്പു തരാം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. ദൈവം എല്ലാം സ്വീകരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ പാട്ടുകളെല്ലാം ദൈവം സ്വീകരിക്കുമോ എനിക്കറിയില്ല. നിങ്ങളുടെ കീബോർഡ് വായനയെല്ലാം സ്വീകരിക്കുമോ എനിക്കറിയില്ല. എന്റെ പ്രസംഗമെല്ലാം ദൈവം അംഗീകരിക്കും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഹൃദയം തകർന്നവനെ അവൻ നിരസിക്കുകയില്ല. Thank you, Holy Spirit. Thank you, Holy Spirit. 51 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കത്തില്ല. I don't know, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കറക്റ്റ് സ്ഥലത്താണോ ഇത് പ്രസംഗിക്കുന്നതെന്ന്. ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് ഈ വചനം, കർത്താവിനോട് സംസാരിച്ചതുകൊണ്ട് ഈ വചനം ഞാൻ സംസാരിക്കുകയാണ്. ഇത് നിങ്ങളോട് ദൈവം ഇടപെടുന്ന ആലോചനയാണെങ്കിൽ പ്ലീസ് റെസ്പോണ്ട് ഇറ്റ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്ലീസ് റെസ്പോണ്ട് ഇറ്റ്. The sacrifice of God on broken spirit, a broken and a contrite heart, oh God, thou will not despise. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ, ഈ പല ശുശ്രൂഷകളിലും ഇന്ന് ടിനു ബ്രദർ എന്നെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, എന്റെ വിഷയം ദൈവാത്മാവിൽ ആ മനുഷ്യനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹത്തോടെ വന്നവരെ മീറ്റിംഗ് തീരാറായ സമയത്ത് പോകാൻ തുടങ്ങുമ്പോൾ അവന്റെ പേര് വെളിപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ ആവശ്യങ്ങളെ ദൈവം ഡീൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഈ മീറ്റിംഗ് പരമവിശുദ്ധന്മാർക്കുള്ള മീറ്റിംഗ് അല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സു തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ഇന്ന് രാത്രിയിൽ ദൈവം നിരസിക്കത്തില്ല. ഇതിനകത്ത് ആരെങ്കിലും ബ്രോക്കൺ ഹാർട്ടഡായി ബ്രോക്കൺ വെസലുകൾ, any broken vessels are here, any broken persons, കണ്ണുനീര് കൊണ്ട് ബൈബിൾ നനച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. ആര് കാണാതെ പൊട്ടിക്കരഞ്ഞവർ എന്നെ കേൾക്കുന്നുണ്ട്. Many broken people are here. I want to deal you, my brothers and sisters. എല്ലാം തികഞ്ഞവരാരും ഇന്ന് രാത്രിയിൽ നിന്നെ ദൈവം തൊടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ദൈവത്തിന് വേറെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്.
പ്രാർത്ഥിക്കാൻ വന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കാൻ വന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കാൻ തന്നെ ഇവിടെ വന്നേന്നുള്ള എത്ര പേരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ തന്നെയാ ഇവിടെ വന്നേ. ഇതാ രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ പോയി. രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ പോയി. ലൂക്കോസ് 18:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവർ ദേവാലയത്തിൽ ചെന്ന്, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. I am not like him. I am a perfect man. I am a holy man. I am a perfect man. I am wearing the white and white. All the people. Anyone is with me, I am with you. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഹൃദയം തകർന്നവന്റെ കൂടെ ടിനു പാസ്റ്റർ ഉണ്ട്. എനിക്കതിൽ മതമില്ല, എനിക്കതിൽ ജാതിയില്ല. കാരണം എനിക്ക് എന്റെ ദൈവത്തിന്റെ സൈഡിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. I am not a part of religion. I am not a part of religion. ഞാനൊരു മതത്തിന്റെ ഭാഗമല്ല, ഞാൻ ദൈവത്തിന്റെ പക്ഷത്താണ്. ഞാൻ ആഴ്ചയിൽ, ഇവൻ പറയുന്നു, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും ഞാൻ ടൈറ്റ് കൊടുക്കുന്നു എന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ബിക്കോസ് ആ മനുഷ്യൻ ബ്രോക്കണാ, ഹൃദയം തകർന്നവനാ. Thank you, Holy Spirit. എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. മറ്റുള്ളവനെ വിരൽ ചൂണ്ടുന്ന നീ വിധിച്ചാൽ നീ വിധിക്കപ്പെടും. ക്ഷമിച്ചാൽ നീ ക്ഷമിക്കപ്പെടും. നിന്റെ കടക്കാരോട് നീ ക്ഷമിച്ചതുപോലെ ഞാൻ നിന്നോടും ക്ഷമിക്കും. അവൻ നീതീകരിക്കപ്പെട്ടവനാ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ? എന്ത് സംഭവിച്ചു? രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയതാണ്. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരു പ്രാർത്ഥനക്കാരന്റെ മനോഭാവം, ഐ ആം എ പെർഫെക്റ്റ് മാൻ, ഐ ആം എ പെർഫെക്റ്റ് പേഴ്സൺ. ബാക്കി എല്ലാവരും കുഴപ്പക്കാര്, ഞാൻ മാത്രം നല്ല മനുഷ്യൻ. എന്നാൽ മറ്റവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ ഹൃദയവേദനയോടെ ദൈവസന്നിധിയിൽ ഹൃദയവേദനയോടെ ദൈവമുഖത്തേക്ക് നോക്കിയവൻ. ബൈബിൾ പറയുന്നു, ആ ബ്രോക്കൺ ഹാർട്ടായിട്ടുള്ള, ആ ഹൃദയം തകർന്ന ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. മറ്റേ പുള്ളി പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, ഞാൻ ടൈത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ പരീക്ഷന്മാരുടെ ഡ്രസ് കോഡുണ്ട്, എല്ലാം എന്റെ പക്കലുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നോക്കുന്നത് നിന്റെ ഡ്രസ് കോഡല്ല, ഞാൻ നോക്കുന്നത് നിന്റെ കവറിന്റെ എൻവലപ്പിന്റെ കനമല്ല,
ഞാൻ നോക്കുന്നത് നിന്റെ സ്തോത്ര കാഴ്ചയല്ല, ഞാൻ നോക്കുന്നത് നിന്റെ മതമോ പാരമ്പര്യമല്ല, നിന്റെ ഹൃദയം. God is looking your heart. God is looking your heart. Shalamana maradanas. Shabara maratalamana hardarajarasia. ഈ യേശുവിന് എന്തുകൊണ്ടാണ്, പ്ലീസ് ലിസൺ ടു മീ, യേശുവിന് എന്തുകൊണ്ടാണ് ഇവരെ മനസ്സിലാക്കാൻ പറ്റിയത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാപികളെ, ചുങ്കക്കാരെ, ജീവിതം തകർന്നവനെ, വഴിമുട്ടിയവനെ, വിവിധ നിലകളിൽ പരാജയം അനുഭവിച്ചവനെ, ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് യേശുവിന് മനസ്സിലാക്കാൻ പറ്റിയത്? ഈ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിന്റെ 9-ാം വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൗലോസ് പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന്. ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിസന്ധിയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു? ഞങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരായി മാറി? Hallelujah. Thank you, precious Holy Spirit. Thank you, Holy Spirit. The word 9, please. The 9 word. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഈ പ്രതിസന്ധിയിലൂടെ പോയവർക്ക് പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ മനസ്സിലാവുള്ളൂ. ജീവിതത്തിൽ വിശപ്പ് അനുഭവിച്ചവനെ ഒരുത്തൻ വിശക്കുന്നു സാറേ എന്ന് പറഞ്ഞാൽ അവന്റെ ഫീൽ എന്തുവാന്ന് മനസ്സിലാകത്തുള്ളൂ. ജീവിതത്തിൽ നിന്നയോ അപമാനമോ കഷ്ടതയോ സഹിച്ചവർക്ക് മാത്രമേ വേറൊരുത്തൻ അതിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ പെയിൻ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതായിരുന്നു യേശുവിന്റെ പ്രത്യേകത, അതായിരുന്നു യേശുവിന്റെ ഹൃദയം. അപ്പോസ്തലന്മാർ, ഞാൻ വായിച്ച വാക്യത്തിന്റെ 2-ാമത്തെ 3-ാമത്തെ ഒക്കെ വാക്യത്തിൽ അവർ കടന്നുപോയ സാഹചര്യങ്ങൾ, 2 Corinthians chapter 1 verse 2, 3, 4, നമ്മുടെ പിതാവായ ദൈവം 3-4 വാക്യങ്ങൾ നോക്കി. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. വായിച്ചോ? 4 എല്ലാവരും വായിച്ചേ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കണ്ടോ? ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചവർ, കഷ്ടത്തിലൂടെ പോയപ്പോൾ ദൈവത്താൽ ശക്തി പ്രാപിച്ചവർ, അവർ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി മാറുകയാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതെത്ര പഠിപ്പിച്ചാലും ഇത് ഈ ഓൺലൈൻ വഴി സ്വിമ്മിങ് പഠിപ്പിക്കുന്ന പോലാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തപാല് വഴി നീന്തൽ പഠിപ്പിക്കുന്ന പോലാണ് ഈ സാധനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒന്നുകൂടെ പറയാം, വിശന്നവന് മാത്രമേ വിശപ്പിന്റെ വില അറിയുള്ളൂ. നിന്നയിലൂടെയും പ്രതിസന്ധിയിലൂടെയും പോയവന് മാത്രമേ വേറൊരുത്തിന് അതിലൂടെ പോകുമ്പം അവൻ അനുഭവിക്കുന്ന പെയിൻ എന്താണെന്ന് അറിയുള്ളൂ. എനിക്ക് പല്ലുവേദനയാന്ന് ഒരാൾ പറയുമ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പല്ലുവേദന വന്നവനെ
അതെന്തുവെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോസ്തലന്മാർ പറയുന്നു, ദൈവം ഞങ്ങളെ എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുന്നു. അപ്പൊ അവർക്കും പ്രശ്നമുണ്ട്. ആർക്ക്? അപ്പോസ്തലന്മാർക്ക്. അതുകൊണ്ട് കഷ്ടത്തിലുള്ളവരെ, പ്രതിസന്ധിയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ ശക്തരാക്കി മാറ്റുന്നു. ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും വർദ്ധിക്കുന്നു. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിലും അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടത്തിൽ തന്നെ നിങ്ങൾ സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി അത് ഫലിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഒരു തകർന്ന പാത്രമാണെങ്കിൽ നിങ്ങൾ ഒരുപാട് തകർന്ന പാത്രങ്ങളെ പണിയുന്നവരായി മാറും. നിങ്ങൾ ഒരു ഉടഞ്ഞ വ്യക്തിയാണെങ്കിൽ ഉടഞ്ഞുപോയ ഒത്തിരി എണ്ണത്തെ നിങ്ങൾ പണിതെഴുന്നേൽപ്പിക്കുന്നവരായി മാറും. ആ കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ചില മിനിറ്റുകൾ കർത്താവിന് സ്തോത്രം ചെയ്തേ. എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ പ്രതിസന്ധി, ആ രോഗം, ഇന്ന് രാത്രിയും നീ രോഗത്താൽ വലയുന്നെങ്കിൽ അനേകർക്ക് സൗഖ്യം കൊടുക്കാൻ ദൈവം നിന്റെ കരങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങൾ സാമ്പത്തിക വിഷയത്തിൽ വെല്ലുവിളികൾ അനുഭവിക്കുന്നെങ്കിൽ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ഏരിയയിൽ തകർന്നു പോയ പലതിനെയും പണിതെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ചേർന്ന് ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. I'm coming. Listen. ഞാൻ കുറച്ച് ബ്രോക്കൺ ആയിട്ടുള്ള വെസലുകളെ, ബ്രോക്കൺ വെസൽസിനെ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. They are the broken vessels. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തനായ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്ന ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്ന മനുഷ്യനാണ് ഏബ്രഹാം. മക്കളില്ലാത്ത വൃദ്ധൻ. നിങ്ങൾക്കറിയാമോ, അബ്രഹാം ഒരു ബ്രോക്കൺ വെസലായിരുന്നു. അബ്രഹാം ഒരു ഒടഞ്ഞ പാത്രമായിരുന്നു. ഒത്തിരി വാക്യങ്ങളുണ്ട്. പെട്ടെന്ന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. റോമർ 4 അതിന്റെ 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, അപ്പോൾ തന്റെ ശരീരം നിർജീവമായതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. വചനം വ്യക്തമായി പറയുന്നു. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവന്റെ ശരീരം നിർജീവമായി, വയസ്സനായി, മക്കളില്ല, തന്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായി, ജീവിതത്തിലെല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ മനുഷ്യനാണ് എബ്രഹാം. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച മനുഷ്യനാണ് എബ്രഹാം. പക്ഷേ താൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു,
താൻ കൂടാരം അടിക്കുന്നു, താൻ യാഗപീഠം ഉണ്ടാക്കുന്നു. എപ്പോഴും അബ്രഹാമിനെ നമ്മൾ കാണുന്നത് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സ്നേഹിതനായിട്ടാണ്. പക്ഷെ അബ്രഹാമിന്റെ ലൈഫ് നോക്കിയേ, പേഴ്സണലി that man, he was a broken man. Hallelujah. തന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന, സാറയെ ശുശ്രൂഷിക്കാൻ നിന്ന ഹാഗാറിൽ ഒരു തലമുറയുണ്ടായി. ആ തലമുറ ആ വീട്ടിൽ വളരുമ്പോൾ സാറയുടെ നിർബന്ധ പ്രകാരവും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരവും ഹാഗാറിനെയും ഇസ്മായിലിനെയും താൻ ജനിപ്പിച്ച തന്റെ കുഞ്ഞിനെയും ഒരു തുരുത്തി വെള്ളം കൊടുത്ത് അവരെ പറഞ്ഞ് വനാന്തരത്തിലേക്ക്, ഡെസേർട്ടിലേക്ക്, വിൽഡർനെസ്സിലേക്ക്, മരുഭൂമിയിലേക്ക് അവരെ അയക്കുമ്പോൾ ഹൃദയം തകർന്നുകൊണ്ടാണ് ഈ കാഴ്ചയെല്ലാം ആ മനുഷ്യൻ കാണുന്നത്. നിന്റെ ഏക മകനെ എനിക്ക് യാഗം കഴിക്കാം എന്ന ദൈവശബ്ദത്തിന്റെ മുൻപിൽ ഒരു കെട്ട് വിറകും തീയും കത്തിയും ഈ ബാലകരുമായി മോറിയ മല ചവിട്ടിക്കേറുമ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ടാണ് വാസ്തവമായും ഈ മനുഷ്യൻ മോറിയ ചവിട്ടിക്കേറുന്നത്. ജീവിതത്തിലെ ഒത്തിരി മേഖലകളിൽ ഒരു ബ്രോക്കൺ പേഴ്സൺ ആയിരുന്നു, ഹൃദയം നുറുക്കപ്പെട്ട തകർന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. പക്ഷേ എന്റെ ചോദ്യം, നുറുക്കപ്പെട്ട, തകർക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, ശരീരത്തിന്റെ ബലം ക്ഷയിച്ച ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായ, ചോദ്യം ചെയ്യാൻ ഇതുപോലെ അവസരം പ്രാർത്ഥിച്ചിട്ട് എന്തിയേ? ദൈവത്തെ വിളിച്ചിട്ട് എന്തിയേ? യാഗപീഠം കെട്ടിയിട്ട് എന്തിയേ? ഇയാള് ദൈവത്തിന്റെ സ്നേഹിതനാന്നല്ലേ പറയുന്നേ? നിന്റെ ജീവിതത്തിൽ എന്താ ഒരു അത്ഭുതം നടക്കാത്തെ എന്ന് എത്ര ചോദ്യങ്ങൾ താൻ തന്നെ കേട്ട് കാണും, തന്റെ ഹൃദയം തന്നോട് തന്നെ ചോദിച്ചു കാണും. പക്ഷെ ദൈവം കൈവിട്ടില്ല. ഞാനിപ്പോൾ അബ്രഹാമിനെ നോക്കുമ്പോൾ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിലൂടെ എനിക്ക് വെളിപ്പെടുന്ന മുഴുവൻ ബ്ലെസ്സിങ്ങും, ദാറ്റ് ഈസ് ആൻ എബ്രഹാമിക് ബ്ലെസ്സിങ്. അത് അബ്രഹാമിയ അനുഗ്രഹമാണ്. അവൻ വിശ്വാസികളുടെ പിതാവായി ഉയർത്തപ്പെട്ടു. ഇന്ന് അബ്രഹാമിനെ കൂടാതെ ഒരനുഗ്രഹവും ഇല്ല. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാമോ? അബ്രഹാമിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ബ്ലെസ്സിങ്ങും ഇല്ല. ചേർന്നൊരാമീൻ പറഞ്ഞേ. There is no blessings. ബൈബിൾ പറയുന്ന വിശ്വാസികൾ എത്രേ? അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. പക്ഷേ അദ്ദേഹം ഒരു ബ്രോക്കൺ പേഴ്സൺ ആയിരുന്നു. വേദപുസ്തകത്തിൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന, നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന പ്രവാചകനായിരുന്നു ഏലിയാവ്. ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവശബ്ദമായി നിന്ന തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബ്യനായ ഏലിയാവ്. നിങ്ങൾക്കറിയോ, ആ മനുഷ്യൻ പ്രാർത്ഥിച്ച് തീയിറക്കുന്ന മനുഷ്യൻ, പുതപ്പെടുത്തി യോർദാനെ രണ്ടായി വിഭാഗിക്കുന്ന മനുഷ്യൻ, ഈ ശക്തനായ അഭിഷിക്തൻ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്ത എഴുന്നേൽപ്പിച്ച മനുഷ്യൻ, അദ്ദേഹം ഒരു ബ്രോക്കൺ പേഴ്സൺ ആയിരുന്നു, ഒരു ബ്രോക്കൺ മാൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ആളായിരുന്നു. Can you please take it? 1 Kings chapter 19. നോക്കിയേ, 1 രാജാക്കന്മാർ 19:4 വാക്യം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു. മരിക്കാൻ ഇച്ഛിച്ചു. ബ്രദർ, പുള്ളി പ്രാർത്ഥിച്ചാൽ തീയിറങ്ങും. യോർദാനിൽ പുതപ്പെടുത്തടിച്ചാൽ യോർദാൻ രണ്ടാവും. പുള്ളി പറഞ്ഞാൽ മഴ പെയ്യും, പുള്ളി പറഞ്ഞാൽ മഴ പെയ്യേല.
ആ മനുഷ്യൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചെന്ന്. ഏയ്, മരിപ്പാൻ ഇച്ഛിച്ചു എന്ന് പറഞ്ഞ എന്നാ? ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചെന്ന്. അപ്പൊ എന്തോ ബ്രോക്കണാ പുള്ളി, ബ്രോക്കണാണ്, ഒരു ബ്രോക്കൺ വെസലാണ്. ശുശ്രൂഷയിൽ ഭയങ്കര പവർഫുൾ ആണ്, ശക്തനാണ്, അധികാരത്തിൽ ശക്തനാണ്, അഭിഷേകത്തിൽ ശക്തനാണ്. പക്ഷേ അവനൊരു ബ്രോക്കണാ. എന്നിട്ട് തമ്പുരാനോട് പറയാ, യഹോവേ മതി, ഈ ജീവിതം മതി. അങ്ങനെ പറഞ്ഞവർ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ കൈ കൊട്ടിയില്ലെങ്കിൽ ദൈവത്തോട് നീ കാണിക്കുന്ന നന്ദികേടാണത്. അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ജീവിതത്തിൽ മടുപ്പ് അനുഭവിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ ഓൺലൈനിൽ എന്നെ കേൾക്കുന്നുണ്ട്. മതി കർത്താവേ, മതി, എനിക്ക് മടുത്തു. എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മടുത്തു. എന്റെ അവസ്ഥകൾ കൊണ്ട് എനിക്ക് മടുത്തു. ചിലർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കർത്താവേ നീ ഒന്ന് വേഗം വന്നെങ്കിൽ എന്ന് ചിന്തിച്ചവർ. എന്റെ പ്രാണനെ ദൈവമേ നീ അങ്ങ് എടുക്കണേ. 100 വയസ്സുള്ള വല്യപ്പന്റെ പ്രാർത്ഥനയല്ലിത്. അതിശക്തമായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തന്റെ പ്രാർത്ഥനയാണ്. കാരണം ആ മനുഷ്യന്റെ ഹൃദയം സാഹചര്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു, ബ്രോക്കൺ ആയിരിക്കുന്നു, വേദനിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? എന്റെ ദൈവത്തെ പോലെ, എന്റെ കർത്താവിനെ പോലെ, തൃശ്ശൂർക്കാരുടെ ഭാഷ പറയാം, നമ്മുടെ ഈശോ മശിഹായെ പോലെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരുത്തൻ ഓലകത്തിലില്ല, ഓലകത്തിലില്ല. ഈ വേദപുസ്തകത്തിൽ പ്രവാചകന്മാരിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരിൽ അതിശക്തന്മാരിൽ വാ തുറന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കുന്ന ശുശ്രൂഷയുള്ളവരിൽ എനിക്ക് മരിക്കണമെന്ന് പ്രാർത്ഥിച്ച, മതി കർത്താവേ എന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ ഏലിയാവ. പക്ഷേ ഈ 2024 പുള്ളി മരിച്ചിട്ടില്ല. അതെന്നാന്ന് മനസ്സിലായില്ലല്ലേ? മരണം കാണാതെ ചുഴലിക്കാറ്റിൽ അശ്വരഥങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യനാണ് ഏലിയാവ്. സ്റ്റിൽ ഇപ്പോഴും ഏലിയാവ് മരിച്ചിട്ടില്ല. കാരണം ദൈവത്തിന് അറിയാം, ആഹാബിന്റെയും ഇസബേലിന്റെയും ഭീഷണിയുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, പൈശാചിക മേഖലകൾ, ആഭിചാരകന്മാർ, അതെ, ആഭിചാരം ചെയ്യുന്ന ആഹാബുമാർ, ആഭിചാരം ചെയ്യുന്ന ഇസബേലുമാർ, പൈശാചിക ശക്തികൾ തന്റെ അഭിഷേകത്തെ ഭയന്ന് തനിക്ക് വിരോധമായി എഴുന്നേറ്റ സാഹചര്യത്തിന് നടുവിൽ പൈശാചിക വൃന്ദങ്ങൾ തനിക്കെതിരെ ചലിച്ചെങ്കിലും പുള്ളിക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നെങ്കിലും ആ ബ്രോക്കൺ ഹാർട്ടിനെ അറിഞ്ഞ ദൈവം തന്റെ ദൂതനെ അയച്ച് ഈ ചങ്ക് തകർന്നവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വരുന്ന ഒരു വേർഡ് പുള്ളി പറയുന്നുണ്ട്. ഈ ചങ്ക് തകർന്നവൻ പ്രാർത്ഥിക്കുമ്പം, ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടുള്ളവർ പ്രാർത്ഥിക്കുമ്പം പലപ്പോഴും അവരുടെ പ്രാർത്ഥനയിൽ വരുന്ന ഒരു വാചകം പുള്ളി ഇവിടെ പറയുന്നുണ്ട്. ദൈവമേ, എന്റെ പിതാക്കന്മാരെക്കാളൊന്നും ഞാൻ നല്ലവനൊന്നും അല്ല. പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, കർത്താവേ എന്നിൽ ഒരുപാട് കുഴപ്പമുണ്ട്, എന്നിൽ ഒരുപാട് കുറവുണ്ട്, ഞാൻ അത്ര നല്ലവനൊന്നും അല്ല, എന്റെ കുറവ് കൊണ്ടായിരിക്കാം എന്നൊക്കെ നിന്റെ നിരാശ കൊണ്ട് പറയുമ്പോഴും ഇന്ന് രാത്രിയിൽ നിന്നെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന കർത്താവ്, can you please put in the next word? ഇങ്ങനെ പ്രാർത്ഥിച്ചവന്റെ അരികിൽ ദൈവം ഒരു ദൂതനെ അയച്ച്
തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യത്തിൽ അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരു അടയും തുരുത്തിയിലെ വെള്ളവും തലക്കിലിരിക്കുന്ന കണ്ടു. അവൻ തിന്നും കുടിച്ചുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങി. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ ഹൃദയം തകർന്ന ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു, നീ ഇവിടം കൊണ്ട് തീരുകയില്ല. നിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കില്ല. നിന്റെ മേളിൽ അനേക വാഗ്ദത്വങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇനിയും ചെയ്തെടുക്കാൻ ദൈവത്തിന്റെ പദ്ധതികൾ ബാക്കിയായിരിക്കുന്നുണ്ട്. കൈയടിക്കാമേ എന്ന് ആത്മാവിൽ ആരാധിച്ചതൊക്കെ സ്വീകരിക്കുകയാണോ? എന്റെ ആത്മാവിൽ എനിക്കറിയാം, ഇന്ന് രാത്രി ചിലതിനെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലതിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. എല്ലാം മടുത്തു എന്ന് പറയുന്ന ചിലതിനെ സ്വീകരിക്കണം. എന്റെ കൂടെ ഉള്ള നിൽക്കുന്ന ശുശ്രൂഷയിലുള്ളവരെങ്കിലും ബിക്കോസ് ഇത് തൃശ്ശൂരാണ്. നിങ്ങൾ ഇവിടെ അങ്ങനെ കട്ടപ്പന പോലെ കൊട്ടാരക്കര പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പിരിച്വൽ റിലം വെളിപ്പെടുത്താൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ഇത് തൃശ്ശൂരാണ്. അത് മനസ്സിലാക്കി വേണം കൂടുള്ളവർ പ്രതികരിക്കാൻ. എനിക്ക് നന്നായി അറിയാം, ഇന്ന് രാത്രിയിൽ ഏതോ മൂലയിൽ ഒതുങ്ങിപ്പോയ നിന്നെ, ഏതോ കോർണറിൽ ഒതുങ്ങിപ്പോയ നിന്നെ ഇന്ന് രാത്രിയിൽ ചില തലമുറകളെ അഭിഷേകം ചെയ്യാനുള്ള നിയോഗങ്ങളുടെ പുതപ്പുമായി ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഏലിയാവ് അവിടുന്ന് പുറപ്പെടുന്നത് അടുത്ത ചില ജനറേഷനുകളുടെ മേളിൽ, ചില ഏലീശമാരുടെ മേളിൽ, ചില യേഹൂമാരുടെ മേളിൽ ആത്മാവിന്റെ പുതപ്പിനെ ഇടുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നു, കുടുംബങ്ങളോട് സംസാരിക്കുന്നു, വ്യക്തികളോട് ഇടപെടുന്നു. എവിടെ ഏത് ചൂരച്ചെടിയുടെ ചുവട്ടിൽ നീ അവസാനിക്കുമെന്ന് പൈശാചിക മണ്ഡലം പറഞ്ഞോ, അവിടെ നിന്ന് ഇന്ന് രാത്രിയിൽ നിനക്കൊരു എഴുന്നേൽപ്പ് ദൈവാത്മാവ് കൽപ്പിക്കുകയാണ്. നീ മരിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സമയത്തിന് മുൻപ്, ദൈവം നിന്റെ മുമ്പിൽ വെച്ച സമയത്തിന് മുൻപ് നീ മരിക്കത്തില്ല. ആഭിചാരകന്മാർ ആഭിചാരം ചെയ്താലും, മന്ത്രവാദികൾ മന്ത്രവാദം ചെയ്താലും, അസൂയ പിടിച്ച ആഹാബുമാരും ഇസബേലുമാരും ഇന്ന് രാത്രി നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, ദൈവം തന്റെ ദൂതനെ അയച്ച് ഹൃദയം തകർന്ന നിന്നെ ഇന്ന് രാത്രിയിൽ തട്ടി എഴുന്നേൽപ്പിച്ച് ആമേൻ അഭിഷേകത്തിന്റെ വീര്യവുമായി, അഭിഷേകത്തിന്റെ വീര്യവുമായി, അഭിഷേകത്തിന്റെ വീര്യവുമായി ആ വീര്യമുള്ള പുതപ്പ് ചില തലമുറകളുടെ മേളിൽ ഇടാം. നിങ്ങൾക്കറിയോ, ഇവിടെ നിന്നും ഈ ദൈവ മനുഷ്യൻ സഞ്ചരിച്ച യാത്രയെക്കുറിച്ച് നിങ്ങൾക്കറിയോ? രാജാക്കന്മാരെ യേഹൂവിനെ രാജാവായി അഭിഷേകം ചെയ്യണം. സാഫത്തിന്റെ മകനായ എലീശായെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം. അഭിഷേകത്തിന്റെ വീര്യം വർദ്ധിച്ച് ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് സഞ്ചരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സമയത്ത് ചങ്ക് തകർന്നവനാ. ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിലെ തകർച്ചകൾ നിന്റെ അഭിഷേകത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കും. നീ അനുഭവിക്കുന്ന വെല്ലുവിളികൾ
നിന്റെ മേലുള്ള ദൈവാനുഗ്രഹങ്ങളെ ഇന്ന് രാത്രി വർദ്ധിപ്പിക്കും. പിശാച് പരാജയമെന്ന് പറഞ്ഞെടുത്ത് ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം തെളിയിക്കും. അബ്രഹാമേ, നീ ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു. ഏലിയാവേ, നീ ഒരു തകർന്ന പാത്രമായിരുന്നു. Broken vessel. Broken vessel. മോശയെ നോക്ക്. Sit. I'm going to finish because tomorrow morning I will continue this message. മോശയെ നോക്ക്. He had a speech problem. സംസാരിക്കാൻ, എന്റെ ഭാഷ പറഞ്ഞാൽ പുള്ളിക്ക് 2 വാക്ക് ചൊവ്വെ പറയാൻ പോലും അറിയാത്ത ആളായിരുന്നു. പുറപ്പാട് 4:1 മോശ ദൈവത്തോട് പറയുന്ന ഒന്നാമത്തെ എക്സ്ക്യൂസ്, ദൈവമേ, മിസ്രൈമ്യർ, ആ ജനം അല്ലെ ഇസ്രായേൽസ് എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ലെന്ന് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവമേ, നീ എന്റെ മുമ്പിൽ ഈ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി സംസാരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ എന്നോട് ദൈവം സംസാരിച്ചെന്നും എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടെന്നും ഞാൻ ചെന്ന് അവരോട് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കാത്ത, എന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സമൂഹമാണത്. മോശ ആ തകർന്ന ഹൃദയം പറയുന്നു, ഒരുത്തനും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതൊരു പുള്ളി ആ പറയുന്ന ഒരു വിഷമത്തിൽ നിന്നല്ലേ പറയുന്നത്, ആണോ? നമ്മൾ ആരെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പിയാണ്, ഞാൻ പറയുന്നു ഒരുത്തനും എന്നെ അംഗീകരിക്കാനും പോകുന്നില്ല, ഒരുത്തനും എന്നെ വിശ്വസിക്കാനും പോകുന്നില്ല, നീ അങ്ങോട്ട് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറയുമോ? ചങ്ക് പൊട്ടിയാ പറയുന്നേ, ഒരുത്തനും എന്നെ അംഗീകരിക്കില്ല ദൈവമേ, ഞാൻ പറയുന്നതൊന്നും ഒരുത്തനും വിശ്വസിക്കാനും പോകുന്നില്ല, എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. നിനക്ക് ആള് മാറിപ്പോയതാ, നീ ഉദ്ദേശിച്ച ആളല്ല ഞാൻ, നീ ഉദ്ദേശിച്ച കഴിവുകളൊന്നും എനിക്കില്ല, ഞാനൊരു ബ്രോക്കൺ മാനാ. ഹല്ലേലൂയ. 10ാമത്തെ വാക്യത്തിൽ ഈ മനുഷ്യൻ അടുത്തത് പറയുന്നു, അടുത്ത എക്സ്ക്യൂസ്, കർത്താവേ, മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ, പക്ഷെ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാനിപ്പോ ഇത്രയും നേരം നിന്നോട് സംസാരിച്ചല്ലോ, ഞാൻ വാക് സാമർത്ഥ്യമുള്ള ആളല്ല, ഞാനൊരു വിക്കനാ, തടിച്ച നാവുള്ളവനെ. ചങ്ക് പൊട്ടിയിട്ട് ഈ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ ഉള്ളവർക്ക് അറിയത്തുള്ളൂ അവരനുഭവിക്കുന്ന പെയിൻ. വിക്കുള്ള കുഞ്ഞുങ്ങൾ അവർ മറ്റുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞനുഭവിക്കുന്ന അവനെ നോക്കി ആളുകൾ ചിരിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. നിനക്കൊക്കെ ചിരിക്കാം, പക്ഷെ അവൻ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. എല്ലാരും ഓടിപ്പോയി ബസ്സിൽ കയറുമ്പോ, എല്ലാരും ഓടി നടന്ന് പന്ത് കളിക്കുമ്പോ അംഗവൈകല്യമുള്ള, മുടന്തുള്ള ആ കുഞ്ഞ് മാനസികമായി അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അവനൊരു ബ്രോക്കൺ പേഴ്സൺ ആണ്. ഓടി ബസ്സിൽ കയറിയവനും വിക്കുള്ളവനെ നോക്കി ചിരിച്ചവന് ഇത് മനസ്സിലാകില്ല. പക്ഷെ ഇതിനെ മനസ്സിലാക്കുന്ന ഒരു അപ്പായുണ്ട്. ഇന്ന് രാത്രി നിന്റെ ബലഹീനതകളെ, നിന്റെ തകർച്ചകളെ, നിന്റെ പരാജയങ്ങളെ നോക്കി പലതും ഊറിച്ചിരിക്കുമ്പോ നിന്റെ ചങ്കിലെ വേദന പെടപ്പറയുന്ന ഒരപ്പൻ നിനക്കൊണ്ട് ഇന്ന് രാത്രിയിൽ. ഇത് കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കുകയാണ്.
ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവം ഇടപെടുകയാണ്. Thank you, Holy Spirit. ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, ഞാനൊരു ബ്രോക്കൺ പേഴ്സൺ ആണ്. നിങ്ങൾക്കറിയാവോ, ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാം ബ്രോക്കൺ ആയിരുന്നു. ദൈവം തെരഞ്ഞെടുത്ത ഏലിയാവ് ബ്രോക്കൺ മാൻ ആയിരുന്നു. ദൈവം തെരഞ്ഞെടുത്ത മോശ അബ്സല്യൂട്ട്ലി 100% ബ്രോക്കൺ ആയിരുന്നു. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, നിന്നെയാണ് ദൈവത്തിന് വേണ്ടത്. അവരോട് ഇന്ന് രാത്രിയിൽ സ്പെസിഫിക് ആയി കർത്താവ് പറയുന്നു, മോനെ മോളെ, മനുഷ്യൻ തള്ളിയതിനെയാണ് എനിക്ക് മൂലക്കല്ലാക്കാനുള്ളത്. ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഞാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്നു. ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ഞാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു. God want to use you. Hey, are you broken vessels? Any broken vessels here? Anywhere? Anywhere? എവിടെങ്കിലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? God want to use you. ഇന്ന് രാത്രിയിൽ യിരെമ്യാവ് നോക്കുമ്പോൾ ആ തകർന്ന പാത്രത്തെ, ഉടഞ്ഞ പാത്രത്തെ മറ്റൊരു പാത്രമാക്കിയ കുശവൻ, മറ്റൊരു പാത്രമാക്കിയ കുശവൻ പരിശുദ്ധാത്മാവനോട് പറയുന്നു, നിന്റെ വീടൊരു ശപിക്കപ്പെട്ട വീടാണ് എന്ന് പറഞ്ഞ നിന്റെ വീടിനെ ഇന്ന് രാത്രി അവൻ പണിതുയർത്തുവാൻ പോകുന്നു. നീ ഒരു പരാജയമാണെന്ന് പറഞ്ഞവരുടെ നടുവിൽ എന്റെ ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കാൻ പോകുന്നു. Look at Gideon. എത്ര പേർ ബൈബിളിൽ ഗിദെയോൻ എന്ന മനുഷ്യനെ കണ്ടിട്ടുണ്ട്? മിദ്യാനിയർ. ഗിദെയോന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ടുമോറോ മോർണിംഗ് ഐ വിൽ പ്രീച്ച് മോർ ടൈം. മിദ്യാനിയ ശക്തികൾ നന്മകളെ തകർക്കുമ്പോൾ, ഈ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, only 5 minutes. ഈ തകർന്നിരിക്കുന്നവന്റെ ഒരു അടുത്ത സൈൻ എന്താണെന്നറിയാവോ? അവൻ ദൈവത്തെ ചോദ്യം ചെയ്യും. ആരും മിണ്ടുന്നില്ല. ദൈവത്തെ ചോദ്യം ചെയ്ത് ആരെങ്കിലും വിട്ടിരിപ്പുണ്ടെന്ന് കൈ ഉയർത്തി കാണിക്കാവോ? എപ്പോഴെങ്കിലും ദൈവത്തെ ചോദ്യം ചെയ്തവർ ഉറപ്പാണ് ചങ്ക് തകർന്നിട്ടാണ് അങ്ങനെ ചോദിച്ചു പോയത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇവിടെ ഇതാ ഗിദെയോൻ, that man was a broken man. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ, ജഡ്ജസ് ചാപ്റ്റർ 6 verses 11 and 12, ഗിദെയോൻ പറയുന്നു, കരുവേലകത്തിന്റെ കീഴിൽ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് അത് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ദൂതൻ, ദൈവം പറയുന്നു, the Lord appeared unto him. അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്ക, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ചിലപ്പോ പാസ്റ്റർമാര് പറയും, ബ്രദർമാര് പറയും, അച്ഛന്മാര് പറയും, മകനെ നീ വിഷമിക്കണ്ട, മോളെ, കുഞ്ഞെ നീ ഭാരപ്പെടണ്ട, ദൈവം നിന്റെ കൂടെ ഉണ്ട് കുഞ്ഞെ എന്ന് പറയും. ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് വന്നത് പറഞ്ഞു, ദൂതൻ പറഞ്ഞു. ഉടനെ ഈ പുള്ളി 13-ാമത്തെ വാക്യത്തിൽ തിരിച്ചു ചോദിക്കുകയാണ്, അയ്യോ യജമാനെ, ദൈവം യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ഈ സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനോടായി പറയുന്നേ, ഭാര്യയോടും ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന കോൺവെർസേഷൻ അല്ലിത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞല്ല. ആരും മിണ്ടുന്നില്ല. അമ്മച്ചി, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ അമ്മച്ചി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം എന്ന് അമ്മച്ചി മോനോട് പറഞ്ഞല്ലേ? ഇത് ദൈവത്തിന്റെ മുഖത്ത് നോക്കി പുള്ളി ചോദിച്ചാ.
ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന, നമ്മുടെ പിതാക്കന്മാർ നമ്മെ അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? നിങ്ങൾ കുറെ നാളുകൊണ്ട് പറയുന്നല്ലോ സാറേ അത്ഭുതം നടക്കും, അത്ഭുതം നടക്കുമെന്ന്. ആരും മിണ്ടണില്ലല്ലോ. പുള്ളി ചോദിക്കുകയാണ്, where is the miracle? Where is the God? Because as a broken, അവനൊരു തകർന്ന പാത്രമായിരുന്നു. അവന്റെ പിതാക്കന്മാരും അവന്റെ കുടുംബവും മിദ്യാനിയുടെ കയ്യിൽ നിന്ന് അനുഭവിക്കുന്ന യാതനകളും വേദനകളും കണ്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ കുറച്ച് ഗോതമ്പ് കിട്ടിയപ്പോൾ മാറിപ്പോയി തന്നെത്താൻ അത് പൊടിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൂതൻ വന്നവിടെ പ്രത്യക്ഷനാകുന്നത്. ഇപ്പോൾ യഹോവ നമ്മളെ ഉപേക്ഷിച്ചു, മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ. പുള്ളി ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ത്? ഈ കഴിഞ്ഞ നാളുകളിൽ അത്ഭുതം ചെയ്തു എന്നൊക്കെ പറയുമ്പം വേദപുസ്തകത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ വായിക്കുന്നു, ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കാണുന്നു, പാസ്റ്റർമാര് പ്രസംഗിക്കുന്നു. ഈ അത്ഭുതമൊന്നും എന്താ എന്റെ ജീവിതത്തിൽ നടക്കാതെ? ചോദിച്ചവരുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ ക്യാമറയെ കാണിക്കത്തിൽ ഇച്ചിരി ഒന്ന് പൊക്കി കാണിച്ചേരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ബ്രോക്കൺനെസ്സിൽ നായി പറയുന്നേ. 13-ാമത്തെ വാക്യത്തിൽ അവസാനം പറയുകയാണ്, ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ച് ഈ മിദ്യാന്യരുടെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കളഞ്ഞല്ലോ. 15-ാമത്തെ വാക്യത്തിൽ പുള്ളി ചങ്കുപൊട്ടിയ ബ്രോക്കണാട്ടോ. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനാണ്. എന്റെ ജാതി, എന്റെ മതം, എന്റെ സാഹചര്യം, എന്റെ ഗോത്രം, ഇതൊക്കെ നമ്മളെ ഒത്തിരി ബ്രോക്കൺ ആക്കുന്നതാണ്. എനിക്ക് അവരെ പോലെ നിറയില്ലല്ലോ, എനിക്ക് അവന്റെ അപ്പനെ പോലെ ഒരു അപ്പനില്ലല്ലോ, എനിക്ക് സ്വത്തുക്കളില്ലല്ലോ, എനിക്ക് അവരെ പോലെ സൗന്ദര്യം ഇല്ലല്ലോ, എന്റെ കുടുംബം, ഞാൻ ഇങ്ങനെ ഒരു കുടുംബത്തിലാണല്ലോ ഞാൻ ജനിച്ചു പോയത്. ഇങ്ങനൊക്കെ ഒരിക്കലേലും ചിന്തിച്ചവർ ഇതിനകത്ത് ഒരുപക്ഷെ ഉണ്ടായേക്കാം. നോ വറീസ്, നോ വറീസ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ചങ്ക് തകർന്ന ഗിദയോന്മാർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്നെ ഒരുത്തനെയും കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ആവർത്തിക്കും. നിന്നെ ഒരുത്തനെയും കൊണ്ട് ദൈവം രാജ്യത്തെ വിടുവിക്കും. നിന്നെ ഒരുത്തനെയും കൊണ്ട് അവന്റെ കൈ കുറുകിയിട്ടില്ലെന്നും അവന്റെ കാത് മന്ദമായിട്ടില്ലെന്നും അവൻ പ്രൂവ് ചെയ്യും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഗിദയോനെ, നിന്നെ ഒരുത്തനെയും കൊണ്ട് മിദ്യാനിനെ തകർത്തുടയ്ക്കാൻ ദൈവം നിനക്ക് ദർശനങ്ങളെ നൽകി, അഭിഷേകത്തെ നൽകി, ആയുധങ്ങളെ നൽകി, ദൈവകൃപ നൽകി നിന്നെ എഴുന്നേൽപ്പിച്ചെങ്കിൽ God is understanding. Listen, word 14, 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട്. തമ്പുരാന്റെ മുഖത്ത് നോക്കി ദൂതനോട് അത്ഭുതങ്ങളൊക്കെ ഇപ്പൊ എവിടെ? പിതാക്കന്മാരുടെ ദൈവം എവിടെ? വിളിച്ചിറക്കിയിട്ട് ഇതാണോ ഞങ്ങളോട് കാണിക്കുന്നേ എന്ന് മുഖത്ത് നോക്കി ചോദിച്ച സ്ഥിതിക്ക് ഇവനെ കളഞ്ഞിട്ട് പോകേണ്ടതല്ലേ ദൈവം? ആണോ? ഏതെങ്കിലും ഒരു പാസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ വന്ന പാസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പാസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവദാസൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി പുള്ളി വീട്ടിൽ വന്നപ്പം ഇയാൾ കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ,
ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു വിടുതലും നടന്നിട്ടില്ല, ഒരു അത്ഭുതം നടന്നിട്ടില്ല. നിങ്ങളുടെ ചർച്ചയിൽ വന്ന് എനിക്ക് ഒരു നന്മ ഉണ്ടായിട്ടില്ല, തകർച്ചയല്ലാതെ ഒരു നന്മ ഉണ്ടായിട്ടില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ ആ പാസ്റ്റർ അവിടെ നിന്നോണ്ട് നിങ്ങളെ വീണ്ടും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവോ, അതോ എന്നാ പിന്നെ ആട്ടെ സിസ്റ്ററെ ഞാൻ പോവാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവും. ഒരുമാതിരിപ്പെട്ട ആളുകൾ ഇറങ്ങിപ്പോവും, അല്ലെ നിങ്ങൾ ഇറക്കി വിടും. പക്ഷേ ദൈവം പോകുകയല്ല. കാരണം നീ ഒരു ബ്രോക്കൺ ഹാർട്ടാണെന്ന്, നീ ഒരു തകർന്ന പാത്രമാണെന്ന് ദൈവത്തെ മനസ്സിലാക്കും. ഇന്ന് രാത്രിയിൽ തകർന്ന പാത്രമാകുന്ന നിന്നെ എന്റെ ദൈവം വീണ്ടും പണിതുയർത്തും. നീ ആകുന്ന തകർന്ന പാത്രത്തെ God is understanding you, my brothers and sisters. ദൈവം ഗിദെയോനെ നോക്കി, നീ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ? ഓക്കെ ആണോ നിങ്ങൾ? അറിയോ? ഓക്കെ. എന്റെ മുമ്പിൽ ബ്രോക്കൺ വെസലുകൾ ഒത്തിരിയാണ്. ഈ വേദപുസ്തകത്തിൽ രാഹാബ് എന്നൊരു വേശ്യാ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അയ്യോ, പറഞ്ഞപ്പോ തന്നെ എല്ലാവരുടെയും സ്വത്രം പോയി. ഷി വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ആള് ശരിയല്ലായിരുന്നു. ഏത് മഹാഭാവിയെയും ഇനി ശരീരം വിൽക്കുന്നവനെയും വിൽക്കുന്നവളെയും കർത്താവ് തൊട്ടാൽ നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്തവരെ ദൈവം അംഗീകരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ലെഫ്റ്റ് ഇരിക്കുന്ന ആളിനോട് പറ, നിനക്ക് അംഗീകരിക്കാൻ, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തവരെ ദൈവം അംഗീകരിക്കുന്നു. ലെഫ്റ്റ് ഇരിക്കുന്ന ആളിനോട് പറ. ഇനി റൈറ്റ് ഇരിക്കുന്ന ആളിനോട് പറ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളിനെയും കർത്താവിന് ഇഷ്ടമാണ്. പറഞ്ഞേ. ഹല്ലേലൂയ. ഈ രാഹാബ് എന്ന് പറയുന്ന സഹോദരി, ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. ഒത്തിരി വേർഡ്സ് ഉണ്ട്, എല്ലാം പറയാൻ നേരെയില്ല ബിക്കോസ് ഓഫ് ദ ടൈം. ജോഷുവ ചാപ്റ്റർ 2 വേർഡ് 1. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിഥീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണം നോക്കി വരുവിൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഹല്ലേലൂയ. ജോഷുവയുടെ കൂടെയുള്ള ഒരു കൂട്ടം ആളുകളെ ദേശം പിടിച്ചെടുക്കുവാൻ വേണ്ടി, ദൈവിക വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടി ദൈവം അവർക്ക് വേണ്ടി തുറന്ന ഒരു വീട് രാഹാബ് എന്ന പേരുള്ള ഒരു പാപിനിയായ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ ഒരു സ്ത്രീയുടെ ഭവനമാണ്. ഓ, ബ്രോക്കൺ ആണോ ആള്? ആ സ്ത്രീയെ സംബന്ധിച്ച് അവൾ ബ്രോക്കൺ ആണോ? പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാവോ? വേദപുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബോവസ് എന്നാണ്. ബോവസിന്റെ അമ്മയുടെ പേരെന്നാ? ബോവസിന്റെ അമ്മയാരാ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എടുക്ക. 1-ന്റെ 5-ാമത്തെ വാക്യം എടുക്ക. ശൽമോൻ രാഹബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്യായിയെ ജനിപ്പിച്ചു. കം ഓൺ, നെക്സ്റ്റ് വേർഡ്. ഇശ്യായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹമിയെ ജനിപ്പിച്ചു. ഇനി താഴോട്ട് വരുമ്പോൾ രാഹാബ് എന്ന് പറയുന്ന വേശ്യാസ്ത്രീ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഒരമ്മയായി നിൽക്കുകയാണ്. അയ്യോ, വിശുദ്ധന്മാരാര് കൈയടിക്കല്ലേ പ്ലീസ്.
ബോവസിന്റെ അമ്മ ബോവസിന്റെ അമ്മ നീ എത്ര ബ്രോക്കൺ ആണെങ്കിലും, നീ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും, ഈ ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശയായിയെ ജനിപ്പിച്ചു, ഇശയായി ദാവീദിന്റെ വല്യമ്മയായി മാറി. ആര്? രാഹാബ്. നീ എത്ര ബ്രോക്കൺ ആണെങ്കിലും, നീ എത്ര തകർന്ന ആളാണെങ്കിലും, സമൂഹം നിന്നെ എഴുതി തള്ളി പുച്ഛിച്ച് പുറത്താക്കിയ ആളാണെങ്കിലും, നിന്നെ ഇതുപോലൊരു ചരിത്രമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. ഓ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈകൾ അടിച്ചു കർത്താവ്. ദാവീദ് രാജാവിന്റെ വല്യമ്മയായി തീരാൻ നിനക്ക് യോഗ്യതയുണ്ടോ എന്ന് മലയാളിയെ നീ ചോദിച്ചാൽ ദൈവം പറയും, ഞാൻ അർഹതയില്ലാത്തവനെ അർഹനാക്കും, യോഗ്യതയില്ലാത്തവനെ ഞാൻ യോഗ്യത കൊടുക്കും. രാഹാബ് എന്ന വേശ്യാസ്ത്രീ ബ്രോക്കൺ ആണോ? തകർന്നവളാണോ? പക്ഷേ അവളെ കുറിച്ച് പോലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ ഓൺലൈനിൽ നോക്കി പറയാം, നീ എഴുതി തള്ളിയവനെ ദൈവത്തിന് വേണം. ഞാൻ ഇനി നിന്ന ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്. ബ്രോക്കൺ വെസൽ, ഇത് തൃശ്ശൂരിനോടുള്ള സന്ദേശമാണ്. ഒത്തിരി ബ്രോക്കൺ വെസലുകളെ ദൈവം പണിയാൻ പോകുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ബിക്കോസ് ഓഫ് ടൈം, can you please sing in a song or something? Praise the Lord, worship the Lord. ഹൃദയം നുറുകിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 147 സങ്കീർത്തനം 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. Jesus wants you, my brother and sister. മോളെ, നിന്നെ ആർക്കും വേണ്ടെങ്കിലും രാഹാബ് എന്ന വേശ്യയെ പോലും ദാവീദിന്റെ വല്യമ്മയാക്കാൻ, ബോവസിന്റെ അമ്മയാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, എനിക്ക് മരിക്കണം, ജീവിച്ചത് മതി എന്ന് പറഞ്ഞ മനുഷ്യനെ അഭിഷേകത്തിന്റെ വീര്യമുള്ള വ്യക്തിത്വമാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ദൈവം എവിടെയെന്ന് ചോദിച്ച ഗിദെയോനെ ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ശരീരത്തിന്റെ ബലം ക്ഷയിച്ച ഗർഭപാത്രം നിർജീവമായ അബ്രഹാമിനെയും സാറയും ബ്രോക്കൺ പേഴ്സൺസിനെ, അയ്യോ കർത്താവേ ഞാനൊരു വിക്കനാ, എന്നെ ഒരുത്തനും അക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞവനെ 30 ലക്ഷം പേരെ നടത്തുന്ന ഒരു ലീഡറാക്കി മാറ്റാം എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിന്നെ ദൈവത്തിന് വേണം, നിന്നെ കർത്താവിന് വേണം, നിന്റെ തലമുറയെ ദൈവത്തിന് വേണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിന്നെ തൊടുകയാണ്. നീ ഒരു ബ്രോക്കൺ വെസലാണ്, നീ ഒരു തകർന്ന വ്യക്തിയാണ്.
നീ ഒരു തകർന്ന വ്യക്തിയാണ്, പക്ഷെ ദൈവത്തിന്റെ പണിയുകയാണ്. രാത്രി പണിയുകയാണ്. ശരമനരമോ ശരമ ശബരചമാരിയ ജലമോ ഉടഞ്ഞു പോയ പാത്രമാണ്, കുശവനെ വീണുപോയ ഇടങ്ങളിലെല്ലാം ഉയർത്തിയേ കുശവനെ Thank you, Holy Spirit. Thank you, Holy Spirit. Close your eyes. Close your eyes. Thank you, Jesus. You are Yahweh. You are Yahweh. You are Yahweh. Oh, you are Yahweh. You are Yahweh. You are Yahweh. You are Yahweh. Alpha and Omega. Shana name of Lord. You are Yahweh. Thank you, Holy Spirit. And Omega. ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഇന്ന് രാത്രി ഞാനൊരു ബ്രോക്കൺ വെസലാണ്, ഞാനൊരു തകർന്ന പാത്രമാണ്. പല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമുണ്ട്, എൻ്റെ വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ആർക്കും അറിഞ്ഞൂടാത്ത കാര്യമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന് ബ്രോക്കൺ വെസൽസിനെ, തകർന്ന പാത്രങ്ങളെ അവന് പണിതുയർത്താൻ കഴിയും. നീ ഒരു പരാജയമാണെന്ന് രാഹാബിനെ നോക്കി അവളുടെ സമൂഹം പറഞ്ഞെങ്കിൽ അവളെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റുകയാണ്. ഇന്ന് രാത്രിയിൽ യേശുവേ, എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് തരുന്നു. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അബ്രഹാമേ, നീ ഒരു അത്ഭുതമാകാൻ കാരണം ജീവനുള്ള ദൈവമാണ്. ഏലിയാവേ, നീ മനസ്സ് മടുത്ത് തകർന്നിരുന്നപ്പോൾ നീ ഒരു അത്ഭുതമാകാനുള്ള കാരണം നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച ദൈവവും നിന്നെ മനസ്സിലാക്കിയ ജീവനുള്ള ദൈവവും. അബ്രഹാമേ, ഏലിയാവേ, മോശേ, നീ വിക്കനാണെന്നും നിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നും നീ പറയുമ്പോഴും 40ഓളം ലക്ഷം ജനത്തെ ഒരു കമ്പിലും ഈ നാക്കിലും നിർത്താൻ നിന്നെ ഉപയോഗിച്ചൊരു ദൈവമുണ്ട്. നിന്റെ കഴിവുകേടാണ് ദൈവം കാണുന്ന കഴിവ്, നിന്റെ ബലഹീനതയാണ് നിന്നിൽ ദൈവം കാണുന്ന യോഗ്യത. ഇന്ന് രാത്രി നിന്നെ കർത്താവിന് വേണം, നിന്റെ കുടുംബത്തെ കർത്താവിന് വേണം, നിന്റെ ജീവിതത്തെ യേശുവിന് വേണം. നീ എക്സ്ക്യൂസ് പറഞ്ഞ് പുറകോട്ട് പോകല്ലേ, നീ എക്സ്ക്യൂസ് പറഞ്ഞ് പുറകോട്ട് പോകല്ലേ, നീ എക്സ്ക്യൂസ് പറഞ്ഞ് പുറകോട്ട് പോകല്ലേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ ജീവിതം ഞാൻ യേശുവിനായി തരുന്നു, ഈ കർത്താവിനായി ജീവിക്കാൻ. എന്റെ മതമല്ല, എന്റെ പാരമ്പര്യമല്ല, എന്റെ സംഘടനയല്ല എന്നെ രക്ഷിക്കുന്നത്. കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവാണ് എന്നെ മാനിക്കേണ്ടത്, എന്നെ രക്ഷിക്കേണ്ടത്. യേശുവേ, നിന്റെ കൽപ്പന അനുസരിക്കാൻ
നിനക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനം എന്ന് എന്തിനു വേണ്ടിയാണ്? ഫോർ വാട്ട്? ബാപ്റ്റിസം ഫോർ വാട്ട്? യേശുവിന്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായി, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ, ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കാൻ. നിങ്ങളൊരു ബ്രോക്കൺ വെസലാണോ? ഒരു ഉടഞ്ഞ പാത്രമാണോ? ഇന്ന് രാത്രി പറയാ, കർത്താവെ, സ്നാനപ്പെട്ട് അങ്ങേ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് അങ്ങയ്ക്കായി ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. അവരുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായി അഭിമാനത്തോട് ഉയർത്തണം. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. നന്നായിട്ട് ഉയർത്തിക്കും, നന്നായിട്ട് ഉയർത്തിക്കും. എനിക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഏറ്റവും പുറകിൽ ഇവിടെ